അപ്പം ഇന്ന് ഇങ്ങനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ കാരണം പാലക്കാട് മെഡിക്കൽ കോളേജ് SC ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് മെഡിക്കൽ കോളേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വിശദമായിട്ടുള്ള ഒരു ഉന്നതതല യോഗം പാലക്കാട് വെച്ച് മെഡിക്കൽ കോളേജിൽ വെച്ച് കൂടിയിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 4 മണിക്കൂറോളം നീണ്ട ചർച്ച ഞാനും ഡയറക്ടറുമാണ് അവിടുന്ന് വകുപ്പിൽ നിന്ന് പങ്കെടുത്തത്. അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ ഉൾപ്പെടെയുള്ള മറ്റ് ഡോക്ടേഴ്സും എല്ലാവരും ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉദ്യോഗസ്ഥരും എല്ലാവരും സംയുക്തമായിട്ട് നടന്നൊരു യോഗമായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പം മെഡിക്കൽ കോളേജ് ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നുള്ള കാര്യമാണ് വിശദമായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് അതിൻ്റെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടും അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകളുമായിട്ട് ബന്ധപ്പെട്ടും ഒരു വളരെ പ്രതിസന്ധിയിലായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ടു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ, കാരണം നമ്മുടെ ഒരു വകുപ്പിൻ്റെ ഒരു ഫണ്ട് ഏറ്റവും താഴെത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സഹായം എത്തിക്കേണ്ട ഒരു വകുപ്പാണ് പട്ടികജാതി ക്ഷേമ വകുപ്പ്. അതിൻ്റെ ഫണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം വർഷങ്ങളായിട്ടും അത് ഉദ്ദേശിച്ചൊരു ഫലത്തിലേക്ക് വളർന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ആ യാഥാർത്ഥ്യം തിരിച്ചറിയും. സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിരുന്നു, അതിനെ പരസ്പരം കുറ്റം പറഞ്ഞിരിക്കാതെ ഇനി അതിനെ മെച്ചപ്പെടുത്താൻ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം നടന്നത്. അപ്പോൾ അതിൽ നമ്മൾ അതിനെ കുറച്ചുകൂടി പ്രവർത്തന സജ്ജമാക്കി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജിനെ പൂർണ്ണ സജ്ജമായിട്ട് പ്രവർത്തിക്കാൻ ഒരു 100 ദിന കർമ്മ പരിപാടി ഡിപ്പാർട്ട്മെൻറ്റ് ആവിഷ്കരിക്കും. കാരണം ഒരു ദിവസം കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയുന്നത്ര പ്രതിസന്ധി എല്ലാം നിലവിൽ പാലക്കാട് മെഡിക്കൽ കോളേജിലുള്ളത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർക്ക് പ്രയോജനം കിട്ടണം, പാവപ്പെട്ട SC വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കടക്കം മെഡിക്കൽ വിദ്യാഭ്യാസം ഉൾപ്പെടെ, അതുപോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പം ഒരു ജില്ലയുടെ മാത്രമല്ല മറ്റ് സമീപ ജില്ലകൾക്കുമൊക്കെ കൂടുതൽ രോഗികൾക്കും നാട്ടുകാർക്കുമൊക്കെ പ്രയോജനപ്പെടുന്ന മഹത്തായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ആ പദ്ധതി കൊണ്ടുവന്നത്. അന്നത്തെ വകുപ്പ് മന്ത്രിയായിരുന്നിട്ടുള്ള ശ്രീ AP അനിൽകുമാർ, അതുപോലെ തന്നെ സ്ഥലം MLA ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ച് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ളൊരു പദ്ധതിയായിട്ട് ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അതിൻ്റെ പ്രവർത്തനം വളരെ അവതാളത്തിലാണ്. നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും അത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രതിസന്ധിയാണ് നമ്മൾ മറികടക്കാനായിട്ട് ഈ 100 ദിന കർമ്മ പരിപാടി ആവിഷ്കരിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം, കോടിക്കണക്കിന് രൂപ വരുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുമ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളാണെങ്കിലും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും അത് നിലവിൽ അത് വിലയിരുത്താൻ വേണ്ടിയിട്ടൊരു കൃത്യമായിട്ടുള്ളൊരു മോണിറ്ററിങ് സംവിധാനം ഇല്ല. അപ്പം നമ്മൾ ചെന്നപ്പോൾ തന്നെ അതിനുള്ള ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു തീരുമാനം നമ്മളെടുത്തു. ഇപ്പം അതൊരു ഒറ്റപ്പാലം സബ് കളക്ടർ സ്പെഷ്യൽ ഓഫീസറായിട്ട് അദ്ദേഹം ഉണ്ട്. അപ്പം അദ്ദേഹം കൺവീനറായിട്ട് നമ്മളൊരു കമ്മിറ്റി, ഒരു മോണിറ്ററിങ് കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചു. അപ്പോൾ ആ കമ്മിറ്റിയിൽ ഒറ്റപ്പാലം സബ് കളക്ടർ സ്പെഷ്യൽ ഓഫീസറാണ് മെഡിക്കൽ കോളേജിൻ്റെ, അദ്ദേഹം കൺവീനറായിട്ട് സ്ഥലം MP, സ്ഥലം MLA, അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് ഡയറക്ടർ, ഇത്രയും പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് നമ്മൾ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കമ്മിറ്റി 10 ദിവസം കൂടുമ്പോൾ കൃത്യമായിട്ട് യോഗം ചേരുകയും അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും എവിടെ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, എന്താണ് ഇനി കൂടുതലായിട്ട് ചെയ്യേണ്ടത്, അപ്പോൾ അത് റിപ്പോർട്ട് കൃത്യമായിട്ട് നമുക്ക് വകുപ്പിലേക്ക് എത്തിക്കുകയും അത് നമ്മുടെ ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്ന തരത്തിലേക്കാണ് ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് പോവുക. അപ്പോൾ അത് ഇന്നലെ അതിനാണ് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ ചെയ്തത്. പിന്നെ അതിൽ മെഡിക്കൽ കോളേജിൻ്റെ മെയിൻ ബ്ലോക്ക്, അതുപോലെ തന്നെ OP വാർഡ്, OT വാർഡ്, ഇതിൻ്റെയൊക്കെ നിർമ്മാണം അടിയന്തരമായിട്ട് പൂർത്തീകരിച്ച്, നമുക്ക് ഇതുവരെ PWD വകുപ്പ് വർക്ക് പൂർത്തീകരിച്ച് നമുക്ക് കൈമാറിയിട്ടില്ല കെട്ടിടം. അപ്പോൾ അതിന് ഏറ്റവും അടിയന്തരമായിട്ടത് വർക്ക് പൂർത്തീകരിച്ച് നമുക്ക് കൈമാറണം എന്നുള്ളത് ഇന്നത്തെ യോഗത്തിൽ തന്നെ ബന്ധപ്പെട്ട വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു, അവരെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില വർക്കുകൾക്ക് സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ ഇന്നലെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞു. പ്രത്യേകിച്ച് ബോയിലർ, മാൻഹോൾഡ്, മോർച്ചറി കെട്ടിടങ്ങളുടെ നിർമ്മാണം, സീവറേജ്, ഡ്രെയിനേജ്, ഗ്യാസ് സപ്ലൈ സിസ്റ്റം തുടങ്ങിയിട്ടുള്ള, അതുപോലെ മോഡുലർ ലാബ്, ഹോസ്റ്റലുകൾ, ഇതിലൊക്കെ കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ അവിടെ മീറ്റിങ്ങിൽ ഉന്നയിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ അതെങ്ങനെ പൂർത്തീകരിക്കാൻ, അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളത് വളരെ വിശദമായിട്ടുള്ള ചർച്ച നടന്നു. അപ്പോൾ അതിന് അടിയന്തരമായിട്ട് ആ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കി ഏറ്റവും അടിയന്തരമായിട്ട് അത് പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് വിവിധ വകുപ്പുകളുടെ കൂടി ഒരു കോർഡിനേഷൻ വരുന്ന ഒരു വർക്ക് കൂടിയാണ്. പ്രത്യേകിച്ച് PWD ഉൾപ്പെടെ മറ്റ് പല വകുപ്പുകളുടെയും ഒരു കൂടി സംയോജിതമായിട്ടുള്ളൊരു പ്രവർത്തനം ആവശ്യമുള്ളൊരു വർക്കാണ്. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് നേരിടുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്,
അധ്യാപകരുടെയും അനധ്യാപകരുടെയും ഒഴിവാണ്. അപ്പോൾ അധ്യാപകരുടെ ഒഴിവ് എന്ന് പറയുന്ന കുട്ടികൾക്ക് മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് പഠിക്കുന്ന കുട്ടികളാണ്. നമുക്ക് ഒരിക്കലും അത് ഒരു നിർത്തിവെക്കാനോ അല്ലെങ്കിൽ അത് ഉടനെ ചെയ്യാതിരിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരം എല്ലാ വർഷവും നമ്മളത് റിന്യൂ ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അത് ഇവരുടെ ഈ ടീച്ചേഴ്സിൻ്റെ അധ്യാപകരുടെ ശമ്പള വേതന വ്യവസ്ഥ, അപ്പോൾ അത് പുനഃക്രമീകരിക്കാത്ത ഒരു പ്രശ്നം ഇന്ന് മെഡിക്കൽ കോളേജ് നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളിപ്പം ഇപ്പോൾ ഒരു ഡെപ്യൂട്ടേഷനിൽ വരികയാണെങ്കിലും അല്ലാതെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണെങ്കിലും അവർക്ക് പുറമേ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ഈ ഡോക്ടേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ അധ്യാപകരായിട്ടുള്ള ഡോക്ടേഴ്സിന് കിട്ടുന്ന ആ ഒരു ശമ്പള വേതന വ്യവസ്ഥ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പലവട്ടം നടത്തിയിട്ട് നമുക്ക് അസോസിയേറ്റ് പ്രൊഫസർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് ആളുകളെ കിട്ടാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ അടിയന്തരമായിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ചെയ്യേണ്ട ഒരു വർക്കാണ്. കാരണം ഈ മെഡിക്കൽ കൗൺസിൽ ഓരോ വർഷവും പരിശോധനയ്ക്ക് വരുമ്പം ഇതൊക്കെ കൃത്യമായിട്ട് പരിശോധിക്കും. അപ്പോൾ അവർ പരിശോധിക്കുമ്പം ആ മാനദണ്ഡം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അതിൻ്റെ അംഗീകാരം റദ്ദ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് നീട്ടിക്കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ എന്തുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അങ്ങനെ നടക്കാതിരുന്നത് എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നില്ല. എന്നായിരുന്നാലും നമ്മളിരിക്കുമ്പം അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ അത് മീറ്റിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു നയം എന്ന് പറയുന്നത് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ പാതി വഴിയിൽ നിർത്താതെ അത് കൃത്യമായിട്ട് പൂർത്തീകരിച്ച് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ, അതും SC വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട കുട്ടികൾക്ക് ഉൾപ്പെടെ പ്രയോജനകരമായിട്ടുള്ള തരത്തിൽ അതിനെ പൂർണ്ണ സജ്ജമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ വർക്കുകൾ അടിയന്തരമായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും.